എന്നാ ചോദിക്കാ കാര്യം? കഴിഞ്ഞ ദിവസം ജലദോഷമായിട്ട് എന്റെ ആനയെ കൊണ്ടുവന്നായിരുന്നു. നിങ്ങൾ ഇന്ന് വൈകുന്നേരം തരാന്നാ പറഞ്ഞത്. അതെ. ഇപ്പൊ എന്റെ ആനയ്ക്ക് എങ്ങനെ ഉണ്ട്? എടോ ഞാൻ ഇന്നലെ വിളിച്ച് ഞാൻ പറഞ്ഞല്ലേ, രാവിലെ ആന അങ്ങ് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞല്ലേ. എന്നെ കൊണ്ട് പറ്റുള്ളൂ ഡോക്ടറെ. ഇന്നലെ മുഴുവൻ ദിവസം നിന്ന് ഞാൻ ആനയുടെ മൂക്ക് പിഴിഞ്ഞ് 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 എന്റെ കയ്യിലെ ഊപ്പാട് വന്നു. എന്റെ ദൈവമേ, അതിന്റെ ജലദോഷം ഞാൻ രാവിലെ മാറ്റിയതാണ്. അതെങ്ങനെ? ഒരു 500-ന്റെ ഒരു മോട്ടർ എടുത്തോണ്ട് അതിന്റെ മൂക്കിന്റെ അടി കൊണ്ടുവച്ച് മൊത്തം അടിച്ച് മാറ്റിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് 6 മണിയാകുമ്പോൾ വിളിച്ചോണ്ട് പോകും. മാറ്റിയോ? പിന്നെ ഡോക്ടർ അതും കൂടെ അല്ല, ആഹാരം എടുക്കുന്നില്ല, തീറ്റ എടുക്കുന്നില്ല. തീറ്റ എടുക്കുന്നില്ല? ഇല്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ ആനയ്ക്ക് എങ്ങനെ തീറ്റ കൊടുക്കുന്നത് എങ്ങനെയാ? ഈ ചെറിയ ഉരുള ഉരുട്ടി ഫ്രണ്ടിൽ കൂടെ കൊടുക്കും. ബാക്കിൽ ഒരു വലിയ ഉരുട്ട താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. എന്നാ പിന്നെ ഒരു കുഴപ്പമില്ല, ഫുൾ സർവീസ് ഒക്കെ ഓക്കെയാ, വർക്കിംഗ് കണ്ടീഷനാണ് സാധനം. ഓക്കെ, 6 മണിയാകുമ്പോൾ വന്ന് വിളിച്ചോണ്ട് പോകും. 6 മണിയാകുമ്പോൾ വിളിച്ചോണ്ട് പോവാം. ഒരു കുഴപ്പമില്ല. അപ്പൊ ഇന്ന് എഴുന്നള്ളത്തിന് കൊണ്ടുപോകും. അടിപൊളി, പോയിക്കോ പോയിക്കോ പോയിക്കോ. കുട്ടന് ശരിയാ, ഓക്കെ ആണോടാ പിള്ളേരെ? എന്നിട്ട് പുല്ലൊക്കെ കഴിക്കണം കേട്ടോ. പോലീസുകാരാ പോകളെ പോലീസുകാരനൊന്നും അല്ല, ഞാൻ അവിടുത്തെ കമ്പ്യൂട്ടറാണ്. ഡോക്ടറെ ഇവിടെ പോയി. ആ നിൽക്കുന്ന സിർക്ക് സിമിതയല്ല, അതാണ് ഡോക്ടർ. അങ്ങോട്ട് ചെല്ലു. ഡോക്ടറെ ഡോക്ടറെ ഇവിടെ എനിക്കൊരു പശു ഉണ്ട്. സന്തോഷം. അങ്ങനെ വേണം. നന്ദിനി. നന്ദിനി 2 വർഷമായിട്ട് ഞാൻ കൊണ്ട് കിടക്കുക. എന്തിനാ കൊണ്ട് നടക്കുന്നത്? അതിനകത്ത് വീട്ടിട്ടൊരു ബൈക്ക് മേടിക്കുന്നത്, അതിന്റെ പുറത്ത് കയറിയിരുന്നു. അയ്യോ അതല്ല, ഈ നന്ദിനി പശുവിനെ ഞാൻ ലോൺ എടുത്ത് വാങ്ങിച്ചതാ. പക്ഷെ അതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അയ്യോടാ, ഞാൻ എങ്ങനെ ലോൺ അടയ്ക്കണമെന്ന് വെച്ചിരിക്കുവായി പോയി. ഇത് ചാണകം ഇടുവോ? ചാണകം ഇടും. എന്നിട്ട് ചാണകം മാറി അങ്ങ് അടയ്ക്കാം, അല്ലാതെ തന്നെ. അതെ ഡാക്ടറെ പോവല്ലേ, പറഞ്ഞോട്ടെ. ആ. ഡാക്ടറെ അതിന്റെ കൂടെ വേറൊരു പശു കൂടി എനിക്കുണ്ട്. ആ പശുവിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാ? ഇതുവരെ പ്രസവിച്ചിട്ടില്ല. ഞാൻ പല ഡോക്ടർമാരെ കാണിച്ച് പല കാളക്കുട്ടനെ കൊണ്ട് ചേർക്കാൻ നോക്കി, എന്നിട്ടത് പ്രസവിക്കുന്നില്ല. അപ്പൊ ഞാൻ നോക്കട്ടെ, ഒരു മരുന്ന് ഞാൻ നോക്കട്ടെ അവിടെ ഞാൻ ഉണ്ടോന്ന്. എന്തെങ്കിലും ഒരു മരുന്ന് തന്നു കഴിഞ്ഞാൽ പ്രസവിക്കില്ലല്ലേ? ഇല്ല. അതിനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിലേ. വാണൊന്നും എന്റെ പേര് ഉണ്ണിക്കുട്ടൻ എന്നാണ്, അല്ലാതെ മൂരിക്കുട്ടൻ എന്നല്ല. നിങ്ങൾ പോയിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങാം, വന്നാ മതി. അന്നേരം ഞാൻ നിങ്ങൾക്ക് ഒരു മരുന്ന് എഴുതി തരാം. ഈ നന്ദിനി പശുവിനെ ഒന്ന് കാത് കുത്തിക്കണമെന്നുണ്ട്. നല്ലതായിരിക്കും. ഇച്ചിരി കൺവെട്ടിയൊക്കെ തേച്ച് വെച്ച് പൗഡറൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും കാതോടെ കുത്തിയല്ലേ. കാത് കുത്തി തന്നെ. ഇത് എന്നാന്നറിയാ, ചാച്ചാന്റെ വീട് എവിടെയാ? എന്റെ വീട് അങ്ങോട്ട് തൊട്ടപ്പുറത്താ, വയലിക്കര. അപ്പുറത്താണോ? അപ്പൊ ഇതിന്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു 6 മണിയാകുമ്പോൾ ഒരെണ്ണം വരെ പോകണം. ആണോ? അപ്പൊ 6 മണി വരെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണത്തില്ല. നിങ്ങൾ പിന്നെ എങ്ങനെ കാത് കുത്തും? 6 മണി ആകാൻ നേരത്ത്, ആ സമയം ആകുന്ന നേരത്ത് വേറൊരു ഡോക്ടർ വരും. അപ്പൊ ആ ഡോക്ടറിനോട് കാര്യം വിശദമായിട്ട് പറഞ്ഞാൽ മതി. കാതും കുത്തി ഒരു ഉടുപ്പ് കൂടെ പുള്ളി മേടിച്ചില്ല. കേട്ടോ. ശരി ശരി ശരി.